അടുത്തിടെ കേരളം കണ്ട വലിയ ക്രമക്കേടുകൾ നടന്ന നഗരസഭയാണ് കോട്ടയം നഗരസഭ. പെൻഷൻ തട്ടിപ്പും ഫണ്ട് കാണാതാകലും വലിയ വിവാദമായി. ഇതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഫണ്ട് വിനിയോഗത്തിൽ പ്രത്യേക ഓഡിറ്റ് നടത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭയിലെ പ്രധാന ചർച്ചാ വിഷയവും ഇതാണ്. 3 മുന്നണികളും വിഷയം സജീവമായി ചർച്ചയാക്കുന്നുണ്ട്. 2.34 കോടി രൂപയുടെ തട്ടിപ്പാണ് ഒരു ഉദ്യോഗസ്ഥൻ പെൻഷൻ ഫണ്ടിൽ നടത്തിയത്. പിന്നാലെ തനത് വരുമാനമായി ലഭിക്കേണ്ട 211 കോടി രൂപ കാണാനില്ലെന്ന വാർത്തയും വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് കോട്ടയം നഗരസഭയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നറുക്കെടുപ്പിലൂടെ ഭരണം നിശ്ചയിച്ചപ്പോൾ രാഷ്ട്രീയ പോരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു ജനപ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ അരങ്ങേറിയത് വൻ ക്രമക്കേടുകളായിരുന്നു. പെൻഷൻ തട്ടിപ്പ്, ഫണ്ട് കാണാതാകലും അങ്ങനെ വലിയ വിവാദമായി. പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിനെ ഭരണപക്ഷവും ഉയർത്തിക്കാട്ടി. അതുകൊണ്ട് തന്നെ നഗരസഭയിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും തന്നെയാണ് LDFന്റെ പ്രധാന പ്രചരണ ആയുധം. വിമതയായി വിജയിച്ച ചെയർപേഴ്സൺ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതും ഇവർ എടുത്തു കാട്ടുന്നു. അപ്പൊ അവര് കോൺഗ്രസ് അല്ല എന്നാണ് അവർ അതുവരെ പറഞ്ഞത്. വീണ്ടും പത്രിക കൊടുക്കാൻ നേരത്തെ അവർക്ക് അതിന്റെ അപകടം ആരോ പറഞ്ഞു കൊടുത്തു. അവര് കൗൺസിലർ സ്ഥാനം തന്നെ രാജിവെച്ചിട്ട് വീണ്ടും തുടരുകയാണ്. അവരുടെ ഒരു പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് തന്നെ വികസനം തുടരുമെന്ന്. അത് ഏത് വികസനമാണെന്ന് ഈ കോട്ടയം നഗരത്തിലെ ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഉദ്യോഗ തലത്തിലാണ് തട്ടിപ്പുകൾ നടന്നതെന്നാണ് UDF പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഇവർ ചോദിക്കുന്നു. അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഓരോ കാരണങ്ങൾക്ക് ഭരണസമിതിയും അതുപോലെ കൗൺസിലർമാരും ഒന്നുമല്ല മറുപടി പറയേണ്ടത്. അത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അന്വേഷിച്ച് അവരെടുക്കേണ്ട തീരുമാനങ്ങളും നടപടിക്രമങ്ങളുമാണത്. ഈ വിഷയം തന്നെയാണ് NDAയും ഉയർത്തിക്കാട്ടുന്നത്. LDFും UDFും ഒരുപോലെ കുറ്റക്കാരാണെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ കാലങ്ങൾ എത്രയും കോട്ടയം നഗരസഭയിൽ ഇടത്തും വലത്തും മാറി മാറി ഭരിച്ചിട്ട് അതിന്റെ പരിണിത ഫലമാണ് ഈ സാധാരണ ഞങ്ങളെപ്പോലെ നാട്ടകം കുമാരനുള്ള മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. ഒരു കാരണവശാലും UDFനെ താഴെ ഇറക്കിയിട്ട് LDFനെ കയറ്റാനോ LDFനെ താഴെ ഇറക്കിയിട്ട് UDFനെ കയറ്റാനോ തയ്യാറല്ല. പാർട്ടിക്ക് കൃത്യമായ നയമുണ്ട്. മറ്റു പാർട്ടികളും സ്വതന്ത്രരുമെല്ലാം മത്സര രംഗത്തിറങ്ങുന്നതും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ. ഭാഗ്യപരീക്ഷണത്തിന്റെ വേദി കൂടിയായിരുന്നു കോട്ടയം നഗരസഭ. അധ്യക്ഷയെ കണ്ടെത്തുന്നതിനു വേണ്ടി 3 തവണയാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. എന്തായാലും ഇത്തവണ ആര് ഭരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കോട്ടയത്ത് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.